പാർട്ടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത്. ശരി, ശ്രീ സി ആർ നീലകണ്ഠൻ, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ ഇപ്പൊ നേരത്തെ ഈ സുരേഷ് പറഞ്ഞു ഞങ്ങൾക്ക് ചേലക്കരയിൽ വോട്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ട്, വയനാട്ടിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 1%, 1.5% വോട്ടാണ് നവ്യ ഹരിദാസിന് കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ബി ജെ പിക്ക് അടിതെറ്റിയിട്ടില്ല എന്ന് കാണിക്കാൻ അദ്ദേഹം പറഞ്ഞാണ്. പക്ഷേ എ ക്ലാസ് മണ്ഡലം എന്ന് പരിഗണിക്കുകയും ഇവിടെ കൃഷ്ണകുമാർ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ വിജയമായി അവതരിപ്പിച്ചുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ബി ജെ പിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ വെക്കുകയും അങ്ങനെ കേരളത്തിലെ ഭരണം വരെ നിശ്ചയിക്കുന്ന തരത്തിലേക്ക്, നിർണ്ണയിക്കാവുന്ന തരത്തിലേക്ക് ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുകയും ചെയ്ത ഒരു വലിയ സ്വപ്നമാണല്ലോ, ഒരു വലിയ മനക്കോട്ടയാണല്ലോ ഈ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ പൊളിഞ്ഞു പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ താമര വിരിയാൻ പാകത്തിലുള്ള ഒരു മണ്ണ് രൂപപ്പെടുന്നില്ല എന്നൊരു നിരീക്ഷണത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം താങ്കളെ കൊണ്ട് ചെന്നെത്തിക്കുമോ? തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇപ്പോൾ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചത് ഒരു കൺഫ്യൂഷൻ കൊണ്ടാണ്. ആരാണ് LDF ആണോ UDF ആണോ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ചോദ്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചോദ്യമില്ലെങ്കിൽ അത് LDF UDF എന്നുള്ളതിൻ്റെ പ്രശ്നമല്ല. കേരളത്തിൽ ഏത് മണ്ഡലത്തിലും ബി ജെ പിക്ക് ജയിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയം പഠിക്കുന്നത്. കാരണം ബഹുഭൂരിപക്ഷം ജനങ്ങളും ഓരോ മണ്ഡലത്തിലും മതേതര വിശ്വാസികളാണ്. അത് ഏത് ജാതിയിൽപ്പെട്ടതോ മതത്തിൽപ്പെട്ടതോ സംഘടനയിൽപ്പെട്ടതോ ആവട്ടെ. ഇപ്പോൾ ഹിന്ദു വിഭാഗത്തിലോ ഇസ്ലാം വിഭാഗത്തിലോ ക്രിസ്ത്യൻ വിഭാഗത്തിലോ അല്ലെങ്കിൽ ഇത് മതവിശ്വാസമില്ലാത്തവരാണെങ്കിലും മതേതര വിഭാഗത്തിൽപ്പെട്ടവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം മണ്ഡലങ്ങളിലെയും ബഹുഭൂരിപക്ഷം ജനങ്ങളും. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഇ ശ്രീധരനെയോ ഒരു ഒ രാജഗോപാലിനെയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെയോ, അതായത് ഈ ബി ജെ പിക്ക് അപ്പുറത്തുള്ള വോട്ട് പിടിക്കാൻ കഴിയുന്ന ആളുകളെ നിർത്തി ജയിപ്പിച്ച് ഏതെങ്കിലും അത്ഭുതം സൃഷ്ടിക്കാമെന്നല്ലാതെ കേരളത്തിൻ്റെ ഇന്നത്തെ സാമൂഹ്യ അവസ്ഥ നാളെ എന്ത് വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഈ കൺഫ്യൂഷനൂടെ അല്ലാതെ ജയിക്കാൻ കഴിയില്ല. ശരി, അഡ്വക്കേറ്റ് സുരേഷ്, താങ്കളുടെ പ്രതികരണം. ശ്രീ ഗോപികൃഷ്ണൻ, അങ്ങയുടെ അവസാനത്തെ ചോദ്യത്തിന് തന്നെ ഞാൻ ഉത്തരം പറയാം. ഇവിടെ ശ്രീ സി ആർ നീലകണ്ഠൻ്റെയും അതോടൊപ്പം തന്നെ ലിജുവിൻ്റെയും അനിൽകുമാറിൻ്റെയും ഒക്കെ മതേതരത്വം എന്ന് പറയുന്നത് വളരെ രസകരമായൊരു മതേതരത്വമാണ്. കാരണം ഇന്ന് SDPIയുടെ വോട്ട് കൊണ്ട് SDPI കോൺഗ്രസ്സുകാരൻ ത്രിവർണ്ണ പതാക ഉയർത്തി പ്രകടനം നടത്തുന്നതിന് മുമ്പ് ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ ഞങ്ങളാണ് വിജയിപ്പിച്ചത്, ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് SDPI നടത്തിയ ഈ ആഹ്ലാദ പ്രകടനം ഉണ്ടല്ലോ, അത് പാടില്ല, നിങ്ങളുടെ വോട്ട് കൊണ്ടല്ല എന്ന് പറയാനുള്ള നട്ടല്ലുറപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരൻ, മഹാത്മാഗാന്ധിയുടെ പേര് പറയുന്ന കോൺഗ്രസ്സുകാരൻ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിപ്പില്ല. SDPIക്കാരുടെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും വോട്ടാണ് കേരളത്തിലെ മതേതര വോട്ട് എന്നുള്ള ഒരു ആഖ്യാനം ചമയ്ക്കുന്നതിൽ സി ആർ നീലകണ്ഠൻ മുതൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇന്ന് വിജയിച്ചിരിക്കുക. കാരണം നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ വഖഫ് മുന്നണിയാണ്, നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മദനിയെ സംരക്ഷിക്കുന്ന പ്രമേയം കൊണ്ടുവരലാണ്, നിങ്ങളുടെ മതേതരത്വം എന്നാൽ പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള മതേതരത്വമാണ്, നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മുത്തലാഖിന് എതിരായിട്ടുള്ള മുത്തലാഖ് നിരോധനത്തിന് എതിരായിട്ടുള്ള മതേതരത്വമാണ്. നിങ്ങളുടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ രാജ്യദ്രോഹികളായ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെതിരായിട്ടുള്ള എന്ത് വർഗീയത? നിങ്ങളാണ് വർഗീയവാദി. മതേതരത്വം വിളമ്പിയിട്ട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് താങ്കളൊക്കെ. വർഗീയവാദികൾ നിങ്ങളാണ്. ഏറ്റവും വലിയ വർഗീയ സംഘടന RSS അല്ലേ? ഈ RSSനേക്കാൾ വർഗീയ സംഘടന ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? എല്ലാ മതങ്ങളും തുല്യമാണ്. എല്ലാ മതങ്ങളും തുല്യമാണെന്ന് നമ്മൾ പറയണേ. താങ്കളെ പോലെ ഇത്രയും പ്രായമുള്ള ഒരാൾ അവസാനം കൂകി തോൽപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. സമാധാനത്തോട് ഇരിക്കെ. താങ്കൾക്ക് എന്തിനാ ഈ വെപ്രാളം ഉണ്ടാകുന്നത്? ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ ചർച്ച പോകാൻ പറ്റില്ല, ആ തരത്തിൽ ഈ ചർച്ച പോകാൻ പറ്റില്ല. സി ആർ നീലകണ്ഠൻ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചർച്ചയിൽ പറയാനും പറ്റും. സി ആർ നീലകണ്ഠന്റെ അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ ചർച്ചയിൽ പറയാൻ പറ്റും. അഡ്വക്കേറ്റ് സുരേഷ്, ആ തരത്തിലുള്ള പദപ്രയോഗമൊന്നും വേണ്ട. പ്രായം നോക്കിയിട്ടല്ല ഇവിടെ അഭിപ്രായം പറയുന്നത്. അഡ്വക്കേറ്റ് സുരേഷ് മൈൻഡ് യുവർ വേർഡ്സ്. അഡ്വക്കേറ്റ് സുരേഷ് മൈൻഡ് യുവർ വേർഡ്സ്. സി ആർ നീലകണ്ഠൻ ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സി ആർ നീലകണ്ഠൻ ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ശബ്ദം ഉയർത്തിയിട്ടൊന്നും ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യത്തിലൊന്നും കയറി കൈവെക്കേണ്ട അഡ്വക്കേറ്റ് സുരേഷ്. കേട്ടോ അഡ്വക്കേറ്റ് സുരേഷ്, സി ആർ നീലകണ്ഠൻ ഈ ചർച്ചയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം